ഇന്ന് പറയാൻ പോകുന്നത് ഇയർ എൻഡിങ്ങിൽ GST എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് മാർച്ച് 31 ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സുകളും അപ്പോൾ ചെയ്യും. GSTയുടെ അതേപോലെ തന്നെ എല്ലാ എക്സ്പെൻസുകളും എല്ലാറ്റിൻ്റെയും അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചെയ്യും. എന്നിട്ട് പിറ്റത്തെ മാസമാണ് അതിൻ്റെ എല്ലാം പേയ്മെന്റ് കാണിക്കുക. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു GSTയുടെ അഡ്ജസ്റ്റ്മെന്റ് കൂടി ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. GSTക്ക് വേണ്ടിയിട്ട് മാർച്ച് 31 എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യുക, അത് പിറ്റത്തെ മാസം ഏപ്രിലിൽ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് GST അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് GST അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ താഴത്ത് കൊടുക്കാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ കൂടുതലായിട്ട് ക്ലിയർ ആവും. നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് GST എന്നുള്ളത് അറിയണം. അപ്പോൾ GSTയുടെ കൊടുക്കാനുള്ളതാണെന്നുള്ളത്, അപ്പോൾ GSTയുടെ എമൗണ്ട് എത്രയാണെന്നുള്ളത് അറിയണം. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ എത്രയാണ് എമൗണ്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് Alt F1 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എമൗണ്ട് കാണിക്കും. അപ്പോൾ ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 29,930.04 ആണ്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് എൻ്റർ അടിക്കാം. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാക്സുകൾ കാണിക്കും. അതായത് CGST ഉണ്ട്, അതേപോലെ തന്നെ SGST ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള എമൗണ്ട് ഇവിടെ കാണിക്കും. ഇപ്പോൾ ഇത് ക്രെഡിറ്റിലാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലയബിലിറ്റിയാണ്, ബിസിനസിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് എന്താണ്, കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് പിന്നെ ചിലപ്പോൾ ഇത് ഡെബിറ്റിലാണ് വന്ന് കിടക്കുക. അപ്പോൾ എന്താണ്, ഈ ടാക്സ് എന്താണ്, റീഫണ്ടബിൾ ആണ്. അതായത് എങ്ങനെയാണ് റീഫണ്ടബിള് പേയബിള് അറിയാന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സിനെക്കാളും കൂടുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാധ്യതയാണ്. എന്നാൽ ഇൻപുട്ട് ടാക്സ് ആണ് ഔട്ട്പുട്ട് ടാക്സിനെക്കാട്ടിലും കൂടുതലെന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, റീഫണ്ടബിൾ ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടുത്തെ ഒരു കേസിൽ എന്താണ്, ഇപ്പോൾ ക്രെഡിറ്റിലാണ് വന്ന് കിടക്കുന്നത്. അതായത് സെയിൽസ് ആണ് കൂടുതൽ വന്നിരിക്കണമെന്ന് അർത്ഥം. അപ്പോഴാണല്ലോ ഔട്ട്പുട്ട് ടാക്സ് കൂടുതൽ വരിക. ഇപ്പോൾ ഈ ഡെബിറ്റിലാണ് വന്നെന്നുണ്ടെങ്കിൽ ആ മാസം നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അപ്പോൾ ക്രെഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് പേ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ മാർച്ച് 31 അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചെയ്യും. അത് കഴിഞ്ഞ് പിറ്റത്തെ മാസമാണ് ഇത് പേയ്മെന്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൗച്ചറിലേക്ക് പോകാം. ട്രാൻസാക്ഷൻസിൻ്റെ അടിയിൽ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലെ ജേണലാണ് നമുക്ക് ഫസ്റ്റിൽ സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഈ എൻട്രി നമ്മൾ ചെയ്യണത് മാർച്ച് 31 അപ്പോൾ ഇവിടെ മാർച്ച് 31 കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ടാക്സുകളായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് CGST സെലക്ട് ചെയ്തിട്ടെടുക്കാം. CGST. അപ്പോൾ CGST എടുത്തു കഴിഞ്ഞാൽ ഇവിടെ CGSTയുടെ അടിയിലുള്ള എമൗണ്ട് ഇവിടെ കാണിക്കും. ഈ എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കാം. 14,965.02 എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ച് നോക്കി കഴിഞ്ഞിട്ട് മനസ്സിലാവും ഇപ്പോൾ ആ എമൗണ്ട് ഇവിടെ നില്ലായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. വീണ്ടും ഇവിടെ ഡെബിറ്റ് കൊടുക്കാം. എൻ്റർ അടിച്ചു. ഇനി എന്താണ് കൊടുക്കേണ്ടത്, SGST കൊടുക്കണം. അപ്പോൾ ഇവിടെ SGST സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. SGSTയുടെ എമൗണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഇത് തന്നെയാണ്, 14,965.02 എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് GST പേയബിൾ എന്ന് പറഞ്ഞിട്ടൊരു ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ GST പേയബിൾ എന്നുള്ള ലെഡ്ജർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്താൽ മതി.
ഇവിടെ വെച്ചിട്ട് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തു. ഇതിൻ്റെ അണ്ടർ കൊടുക്കേണ്ടത് പ്രൊവിഷൻസിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ പ്രൊവിഷൻസ് പറഞ്ഞാൽ അവിടെ കാണിക്കും, കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. നരേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ എൻട്രി സേവ് ചെയ്തു. ഇപ്പം മാർച്ച് 31 അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്തു. ഇനി ഇത് കൊടുക്കുന്നത് എന്താണ്, നെക്സ്റ്റ് ഇയറിലാണ് കൊടുക്കേണ്ടത്. അതായത് 1/4/2022 ഈ എൻട്രി പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 1/4/2021 ടു 31 മാർച്ച് 2022 ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് എൻട്രി കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇയർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് Alt F2 പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1/4/2022 ടു 31/3/2023 കൊടുത്തു. ഇനി നമുക്കൊന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് ഇപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഡേറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് ഷീറ്റ് ഒന്ന് എടുക്കാം. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും പ്രൊവിഷൻസിൻ്റെ അണ്ടറിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൊവിഷൻസ് പറഞ്ഞിട്ട് കാണിക്കും. ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും GST പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എമൗണ്ട് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബാധ്യതയാണ്. ഈ ബാധ്യത നമ്മൾ കൊടുത്ത് തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വൗച്ചർ എൻട്രിയിലേക്ക് പോകാം. വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു, പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് GST പേയബിൾ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് GST പേയബിൾ സെലക്ട് ചെയ്തിട്ടെടുത്tu. അവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും എമൗണ്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആ എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കാം. 29,930.04 ആണ് കൊടുക്കേണ്ടത്. എൻ്റർ അടിച്ചു. ഇപ്പോൾ ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ എന്നുള്ളതിനനുസരിച്ച് കൊടുക്കാം. ചെക്ക് ആയിട്ടാണ് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്കായിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ SIB ബാങ്കിലേക്ക് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പ്രൊവിഷൻസ് ഉള്ള എമൗണ്ട് ഇപ്പോൾ നില്ലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഒരു വർഷം അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക. അപ്പോൾ ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഞാൻ ആ ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ GST അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.